Hey guys, it's me, MS Solutions. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസിന്റെ പ്രിയപ്പെട്ട SSLC വിദ്യാർത്ഥികളെ, MS Solution ഇതാ മലയാളം സെക്കൻഡിന്റെ പ്രഡിക്ഷനുമായിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. എന്താ ഒന്നാമത്തെ കാര്യം? യെസ്, ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താ? വാട്സപ്പ് ചാനലിലും അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. മൂന്നാമത്തെ കാര്യം എന്താ? എന്താണ് മൂന്നാമത്തെ കാര്യം? നാളെ രാത്രി 7:15 PM വെള്ളിയാഴ്ച രാത്രി 7:15 PM MS സൊല്യൂഷൻസിന്റെ ഈ യൂട്യൂബ് ചാനലിൽ എന്ത് നടക്കുന്നുണ്ട്? എന്താ സാർ നടക്കുന്നത്? ഓൾ ചാപ്റ്റേഴ്സിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഏത് സബ്ജക്ട് കെമിസ്ട്രിയുടേത് ഞാൻ തന്നെയാണ് വരിക. എല്ലാവരും ഉഷാറായിട്ട് ആ ഒരു ലൈവിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, സോ ഇതിന്റെയൊക്കെ ലിങ്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ലൈവിന്റെ ലിങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നോട്ടിഫൈ മീ എനേബിൾ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് നാളത്തെ മലയാളം സെക്കൻഡ് പരീക്ഷ എളുപ്പമായിരിക്കും. പഠിച്ചോണി, അങ്ങനെ 3 എണ്ണം ചെയ്ത് നോക്കുക. നാളത്തെ പരീക്ഷ എളുപ്പമാക്കി കൊടുക്കണേ. നാളത്തെ മാത്രമല്ല, ഡിസംബറിലും മോഡലിലും മെയിനൊക്കെ നല്ല സുതാര്യമായ മാർക്കുകൾ ലഭിക്കണേ. ആമീൻ. ആയിക്കോട്ടെ. യെസ്, ഇതാ MS സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ മനക്കിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് സ്വാഗതം. ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. പല കുട്ടികളും മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട്, MS സൊല്യൂഷൻസിന്റെ ബാച്ചിൽ എത്ര രൂപയാണ് സാർ, എനിക്ക് ജോയിൻ ചെയ്യണം എന്ന് പറയുന്ന കുട്ടികളോട് ഇതാ വെറും 2500 രൂപ മാത്രമാണ്. വിത്തിൻ ടു ഡേയ്സ് ഈ ഓഫർ കഴിയും. 2500 രൂപ, 5999 രൂപ. ദാറ്റ് മീൻസ് 6000 രൂപയുടെ ബാച്ചാണ് ഇപ്പം നിങ്ങൾക്ക് 2500 രൂപക്ക് തരുന്നത്. ഓക്കെ, ഓഫർ പ്രൈസ് ആണ്. ഒരു വർഷത്തെ കംപ്ലീറ്റ് എന്താ പറയുക, കംപ്ലീറ്റ് ഒരു വർഷത്തേക്കുള്ള പൈസയാണ് 2500 രൂപ. സയൻസ് സബ്ജക്റ്റുകൾ അടക്കം നിങ്ങൾക്ക് ലഭിക്കും. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി അതല്ല സാർ, എനിക്ക് ഓണപരീക്ഷ പേപ്പറിലെ ചോദ്യങ്ങൾ എനിക്ക് നേരത്തെ കിട്ടണം. ദാറ്റ് മീൻസ് എനിക്ക് പ്രഡിക്ഷൻ വീഡിയോ ഒക്കെ നേരത്തെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ ജോയിൻ ചെയ്യാം. വെറും 500 രൂപ മാത്രം. പക്ഷെ അതിൽ കാര്യമില്ല. അതായത് പ്രഡിക്ഷൻ വീഡിയോക്ക് വേണ്ടി നിങ്ങൾ 500 രൂപ കൊടുക്കണം ഞാൻ പറയില്ല. നിങ്ങൾ 2000 രൂപ കൂടെ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഒരു വർഷത്തെ ക്ലാസ്സിൽ MS-ന്റെ കൂടെ നിൽക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഓണപരീക്ഷ മാത്രമല്ല, ഡിസംബർ എക്സാം, മോഡൽ എക്സാം, മെയിൻ എക്സാം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. MS സൊല്യൂഷൻസിന്റെ എൻറ്റയർ ടീം ഉണ്ടാകും. ഓക്കെ, യെസ്, അത് വേണോ നിങ്ങൾ ആലോചിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ നമ്മുടെ സാർ ആ ചോദ്യ പേപ്പറൊക്കെ കിട്ടുന്ന ആ ഒരു സ്ഥലം എവിടെയാണ്? അതിതാ MS സൊല്യൂഷൻസിന്റെ ബുക്ക് തന്നെയാണ്. MS സൊല്യൂഷൻസിന്റെ ഷുവർ A+ ബുക്ക്, ഷുവർ A+ ക്വസ്റ്റ്യൻ ബാങ്ക്, ഇത് രണ്ടും കൂടി ഒരുമിച്ചുള്ള റേറ്റ് 850 രൂപയാണ്. ഇപ്പൊ നിങ്ങൾ വാങ്ങിയാൽ 650 രൂപ കൊടുത്താൽ മതി. ഇനി അതല്ല, നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്താൽ 600 രൂപയാണ്. ഇപ്പോ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രയായിരുന്നു? 500 രൂപ കൊടുത്താൽ മതി. ഓക്കെ, സോ തീർച്ചയായിട്ടും ബാച്ചിൽ ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രമേ ബുക്കിന്റെ റേറ്റിൽ ഓഫർ ഉള്ളൂ കേട്ടോ. ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഓണം ബാച്ച് അല്ല, ബെൻടൺ ഓർ ന്യൂട്ടൺ ബാച്ച്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതാ വളരെ പെട്ടെന്ന് മെസ്സേജ് അയക്കാം. ഈ മെസ്സേജ് ഇപ്പൊ നിങ്ങൾ മലയാളം സെക്കൻഡ് ഹാളിലേക്ക് പോകുന്നതിന് തൊട്ട് മുന്നേ തന്നെ പ്രഡിക്ഷൻ വീഡിയോ കാണുന്നവരൊക്കെ ഈ 3 നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ മെസ്സേജ് അയച്ച് വെക്കുക. ഓക്കെ, അവർ തിരിച്ചു വിളിക്കുകയോ അല്ലെങ്കിൽ റിപ്ലൈ തരുകയോ തന്നോളൂ കേട്ടോ. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കാണാൻ ഗുണ വർത്തമാനം പറയാൻ നിൽക്കരുതേ, ഞാൻ പറഞ്ഞു നിൽക്കാം. ഓക്കെ, വാച്ചണ്ടങ്ങൾ സമ്മാനം കിട്ടിയ വാച്ചാ 2024 ഓഗസ്റ്റ് 24 എന്റെ ബർത്ത്ഡേക്ക് എനിക്ക് ലഭിച്ച വാച്ച. ഇത് ആര് തന്നു? നിങ്ങൾ ചിന്തിച്ചോളി. ഓക്കെ, യെസ്, ഇതാ MS-ന്റെ പ്രഡിക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി ഓർത്തു വെച്ചോ, നാളെ SSLC 2024 ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും. എന്ത്? ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 4 മാർക്കിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. 4 മാർക്കിന്റെ ഒരു ചോദ്യം ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഇതുപോലത്തൊരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഓരോ വിളിയും കാത്തിരിക്കുന്ന ആ അമ്മയുടെ മാനസികാവസ്ഥകളെ കുറിച്ചൊക്കെ ചോദിച്ചേക്കാം. അതെന്താന്ന് പറയാൻ പറ്റൂല. അതോടൊപ്പം തന്നെ ഇതൊരു വർഷം ചോദിച്ചതാണ് എന്താ പറയാ, ഓരോ വിളിയും കാത്ത് എന്ന കഥയിൽ നിന്ന് അച്ഛൻ കഥാപാത്ര നിരൂപണം ചോദിച്ചിട്ടുണ്ട്. മേ ബി കഥാപാത്ര നിരൂപണം അച്ഛൻ്റെത് ഒരു വട്ടം ചോദിച്ചത് കൊണ്ട് അമ്മയുടേതോ അല്ലെങ്കിൽ നമ്മുടെ മകന്റേതോ ചോദിച്ചേക്കാം. സോ കഥാപാത്ര നിരൂപണം ചോദിക്കുകയാണെങ്കിൽ SSLC 2024 ഓണം എക്സാമിന് അത് ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്ന കഥയിൽ നിന്നും അമ്മയുടെയോ അല്ലെങ്കിൽ ആ മകന്റെയോ ആയിരിക്കും. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അമ്മൻ്റെത് ചോദിച്ചാൽ ഇതെഴുതുക. ഇനി അച്ഛൻ്റെത് തന്നെയാണ് ചോദിക്കുന്നതെങ്കിൽ അച്ഛൻ്റെത് ഇവിടെ ഉണ്ട്.
കഥാപാത്ര നിരൂപണം. ഇനി മകനാണെങ്കിൽ മകന്റെതും ഇവിടെയുണ്ട്. നിങ്ങൾ വായിച്ചോളല്ലോ, PDF ഡൗൺലോഡ് ചെയ്തെടുക്കുമല്ലോ. നമ്മുടെ വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ഈ PDF അവൈലബിൾ ആണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിക്കേ. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിൽ നിന്നും എങ്ങനെ കൊണ്ടിറക്കേണ്ട സ്വയം ബുദ്ധി കെട്ട് കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിരണമെന്നുള്ള ശല്യപ്പെടുത്തൽ പ്രതിഷ്ഠിച്ച കോവിലിൽ. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിൽ നിന്നും സമൂഹത്തിന്റെ മനുഷ്യത്വരഹിതമായ മനോഭാവങ്ങളോടുള്ള ശക്തമായ പ്രതികരണമാണ് അമ്മത്തൊട്ടിൽ. ശരിയാണോ? ശരിയല്ലേ? യെസ്. സോ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ആ ഒരു കവിതയിൽ നിന്നും നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, അതായത് സമകാലിക സംഭവങ്ങൾ കൂടി വിശകലനം ചെയ്തുകൊണ്ട് ഒരു ഉപന്യാസമോ അല്ലെങ്കിൽ ഒരു പ്രസംഗമോ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. ഓൾറെഡി ഒരു എക്സാമിന് മുഖപ്രസംഗം ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമകാലിക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലഘട്ടത്തെ സംഭവങ്ങൾ കൂടി വിശകലനം ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനോ ഒരു ഉപന്യാസം എഴുതാനോ അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന കവിതയിൽ നിന്നും വന്നേക്കാം. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഓക്കെ, ഉത്തരവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ എന്തിനാ സമയം വേസ്റ്റ് ആക്കുന്നത്. ഇനി നമ്മുടെ കൊച്ചു ചക്കരച്ചി, യാ മോനെ യജ്ജാതി ചക്കരച്ചി, കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്നതിൽ നിന്ന് നിങ്ങൾ നോക്കിക്കേ, രചനാഭാഗങ്ങൾ വിശകലനം ചെയ്ത് പ്രകൃതിയും മനുഷ്യനും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതാ പ്രഭാഷണം. എന്നാൽ MS സൊല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്നതിൽ നിന്ന് പ്രകൃതിയും മനുഷ്യനും എന്ന് പറയുന്ന കോൺസെപ്റ്റുമായിട്ടോ അല്ലെങ്കിൽ കൊച്ചു ചക്കരച്ചിയിലെ കോരനും ചിരുതയും തമ്മിലുള്ള സ്നേഹബന്ധവുമായിട്ടോ ഒരു ചോദ്യം 4 മാർക്കിനോ അല്ലെങ്കിൽ 6 മാർക്കിനോ ചോദിച്ചേക്കാം. ഉറപ്പിച്ചോളി, MS-ന്റെ പ്രഡിക്ഷൻ കറക്റ്റാ. കാരണം എന്ത്? SSLC പബ്ലിക് എക്സാമിന് MS പ്രെഡിക്റ്റ് ചെയ്തത് എന്താണെന്നറിയോ നിങ്ങൾക്ക്? കോരനും ചിരുതയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ച് പബ്ലിക് എക്സാമിന് ആര് ചോർത്തി തരടാ നിങ്ങൾക്ക്? പബ്ലിക് എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ MS ചോദ്യ പേപ്പർ ചോർത്തിയിട്ടല്ല, MS കൃത്യമായി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവചനത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2024 നിങ്ങളുടെ സീനിയേഴ്സ് പബ്ലിക് എക്സാം എഴുതുമ്പോൾ അവരോട് ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ? കൊച്ചു ചക്കരച്ചി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കൂടാ. എങ്ങനെയാ ചോദിക്കുക? പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ ആഴങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു ചക്കരച്ചിയിലെ ആരുമായിട്ടുള്ള കോരനും ചിരുതയും തമ്മിലുള്ള സ്നേഹബന്ധത്തെ കുറിച്ചോ തീർച്ചയായിട്ടും പരീക്ഷാ പേപ്പറിൽ കാണുമെന്ന് പറഞ്ഞപ്പോ ഒരുത്തരും പഠിച്ചില്ല. പബ്ലിക് എക്സാം അല്ലേ, ചോർത്തിത്തരോട് ആര് നിങ്ങൾക്ക് എന്നൊക്കെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ആൾക്കാരെ ആലോചിക്കുക. ഓക്കെ, യെസ്. അടുത്തതായിട്ട് നോക്കിയൊക്കെ ആൻസർ ആട്ടോ. അതാ നോക്കിക്കേ, ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്നതിൽ നിന്ന് ഞാൻ എങ്ങനെയാ മോനെ വരിക? അച്ഛൻ എന്നെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുകയാ. സോ ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്നതിൽ നിന്ന് വരികളിൽ തെളിയുന്ന അമ്മയുടെ മാനസികാവസ്ഥ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. MS പ്രെഡിക്റ്റ് ചെയ്യുന്നു SSLC ഓണം എക്സാം 2024 നോക്കി എന്താ കട്ടില്ല. ഓക്കെ, ഓണം എക്സാം 2024 ഉറപ്പിച്ചോളി മക്കളെ, ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്നതിൽ നിന്ന് 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിച്ചിരിക്കും അമ്മയുടെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം. ഓക്കെ, യെസ്. അടുത്ത നോക്കൂ, ഇതൊക്കെ ആൻസർ ആട്ടോ. ഇനി വേറൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ജീവിതത്തിലെ ഇല്ലായ്മകളെ സ്നേഹം കൊണ്ട് അതിജീവിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. സ്നേഹബന്ധത്തിന്റെയും കുടുംബ ബന്ധത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ആരുടെ? കൊച്ചു ചക്കരച്ചിയിലെ കോരന്റെയും ചിരുതയുടെയും സ്നേഹബന്ധത്തെക്കുറിച്ച് എന്തായാലും പരീക്ഷാ പേപ്പറിൽ 4 മാർക്കിനോ 6 മാർക്കിനോ ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഏതാ ചാപ്റ്റർ? ഏത്? കൊച്ചു ചക്കച്ചോറല്ല, കൊച്ചു ചക്കരച്ചി. പഠിച്ചോളല്ലേ? യെസ്, പേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇതുപോലൊരു ചോദ്യം, അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ശീർഷകം എത്രത്തോളമാണ് ആ ശീർഷകത്തിന്റെ ഔചിത്യം എന്ന് വ്യക്തമാക്കാൻ നിങ്ങളോട് പറയും. അമ്മത്തൊട്ടിൽ എന്ന് പറയുന്ന ശീർഷകം എത്രത്തോളം ആ ചാപ്റ്ററുമായിട്ട് യോജിക്കുന്നുണ്ട്, അല്ലെങ്കിലോ നമ്മുടെ ഓരോ വിളിയും കാത്ത് നല്ല വൃത്തിക്ക് എഴുതി തരാം, അതായിരിക്കും നല്ലത്. ഓരോ വിളിയും കാത്ത് അറിയില്ലേ നിങ്ങൾക്ക്? ഏതാ ചാപ്റ്ററും നിങ്ങൾക്ക് അറിയില്ലേ? ഓരോ വിളിയും കാത്ത്. അതുപോലെ തന്നെ അമ്മത്തൊട്ടിൽ ഉറപ്പിച്ചോളി മക്കളെ. MS സൊല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്യുന്നു SSLC ഓണം എക്സാം 2024 ചോദിച്ചിരിക്കും. എന്താ ചോദിക്കുക? ഓരോ വിളിയും കാത്ത് എന്ന് പറയുന്ന കഥയും അമ്മത്തൊട്ടിലും 4
ആൻഡ് 6. ഇതിലേതോ ഒന്ന് 4 മാർക്കിന് ചോദിച്ചാൽ അടുത്തത് 6 മാർക്കിന് ഉറപ്പാ. മേ ബി MS കാണുന്നത് അമ്മത്തൊട്ടിൽ നിന്നൊരു ഉപന്യാസം ചോദിച്ചേക്കാം 6 മാർക്കിന്. അതുപോലെ തന്നെ ഓരോ വിളിയും കാത്ത് ചില വരികൾ തന്നുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനോ വിശകലനം ചെയ്യാനോ നിങ്ങളോട് പറഞ്ഞേക്കാം. എങ്ങനെയൊക്കെ ചോദിച്ചാലും MS സൊല്യൂഷൻസിന്റെ വീഡിയോ കാണുന്ന കുട്ടികൾ എല്ലാവരും തന്നെ എക്സാമിന് ആൻസർ ചെയ്തിരിക്കണം. ആൻസർ ഇല്ലേ സാർ? ആൻസർ ഉണ്ടിട്ട് ഇവിടെ, ഡോൺ വറി, പേടിക്കേണ്ട ആവശ്യമില്ല. സോ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ് ടു 30 മാർക്സ് ആണ്. 30ഓളം മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട, MS നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ സാറെ കഴിഞ്ഞോ? സാർ ഈ പ്രഡിക്ഷൻ വീഡിയോക്ക് ഒന്ന് നേരത്തെ ഇട്ടൂടെ? നേരത്തെ നമ്മൾ ആപ്പിലേക്ക് മാക്സിമം കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, നെക്സ്റ്റ് വീക്ക് നാളെ തൊട്ട് നിങ്ങൾ MS-ന്റെ കൂടെ നിന്നാൽ ഇനിയുള്ള സബ്ജക്റ്റുകൾ ചില്ലറയല്ല. ഏതൊക്കെയാ? തിങ്കളാഴ്ച സോഷ്യൽ സയൻസ്, ചൊവ്വാഴ്ച ഫിസിക്സ്, ബുധനാഴ്ച കെമിസ്ട്രി, ബയോളജി, വ്യാഴാഴ്ച ഹിന്ദി. 4 സയൻസ് സബ്ജക്റ്റുകളും ഒരു ലാംഗ്വേജും നെക്സ്റ്റ് വീക്കിൽ വരുന്നുണ്ട്. ശനിയും ഞായറും അവധിയായതുകൊണ്ട് വെള്ളിയാഴ്ച രാത്രി കിടന്നുറങ്ങാമെന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാരി 8ന്റെ പണി കിട്ടും. സോഷ്യൽ സയൻസിൽ 7 ചാപ്റ്റേഴ്സ് പഠിക്കാണ്ടാ, കെമിസ്ട്രിന്റെ കൂടെ ബയോളജി പഠിക്കാണ്ടാ. അതുകൊണ്ട് തീർച്ചയായിട്ടും നാളെ രാത്രി 7:15 PM MS സൊല്യൂഷൻസിന്റെ ചാനലിലേക്ക് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ അടപടലം. ഓക്കെ, ഞാൻ പറയുന്നില്ല. സോ തീർച്ചയായിട്ടും MS സൊല്യൂഷൻസിന്റെ പ്രഡിക്ഷൻ വീഡിയോയിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക. ലൈക്ക് ചെയ്യേണ്ടടുത്ത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യേണ്ടടുത്ത് ഷെയർ ചെയ്യുക. വാട്സ്ആപ്പ് ചാനലിലും അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ PDF നോട്ട്സ് അവൈലബിൾ ആയിരിക്കും. പ്രഡിക്ഷന്റെ വീഡിയോ ഒരു 10 ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, യെസ്, നേരത്തെ ലൈവിൻ്റെതൊക്കെ ഒരു TV-ലൊക്കെ ആക്കിയിട്ട് കുറെ ക്ലാസ് റൂമിൽ ഒരു ട്യൂഷനിലെ കുട്ടികൾ മൊത്തം ഇരുന്ന് കണ്ടതായിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. നല്ല സന്തോഷം തോന്നി. കാര്യം കുട്ടികളൊക്കെ പ്രഡിക്ഷൻ കൊണ്ട് മാത്രമല്ല, MS പറയുന്ന പക്കാ ഷുവർ ക്വസ്റ്റ്യൻസ് ലൈവിലുള്ള ചോദ്യങ്ങൾ അതേപോലെ എക്സാം പേപ്പറിൽ അതുപോലത്തെ ചോദ്യങ്ങൾ എക്സാം പേപ്പറിൽ കാണുമെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും MS-ൽ എന്തൊക്കെയോ ഒരു വിശ്വാസം നിലനിർത്തുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അത് മതി നമുക്ക്. ദാറ്റ്സ് ഓൾ. അത്രയുള്ള നമുക്ക് വേറൊന്നുമില്ല കേട്ടോ. അപ്പൊ എന്തായാലും ശരി, MS സൊല്യൂഷൻസിന്റെ ലേണിംഗ് ആപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഒരു വർഷം MS സൊല്യൂഷൻസിന്റെ കൂടെ നിന്ന് പഠിക്കാൻ താല്പര്യമുണ്ടോ? 2500 മതി. ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി. ബെൻടൺ 3500 രൂപ തന്നു കഴിഞ്ഞാൽ MS നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചിരിക്കും. അത് ന്യൂട്ടൺ ബാച്ചാണ്. തല വർക്ക് ചെയ്യുന്ന ബാച്ചാ. ഫിസിക്സ് പ്രശ്നമുള്ളവന് പിന്നെ ഫിസിക്സ് പ്രശ്നം ഉണ്ടാവില്ല, മാത്സ് പ്രശ്നമുള്ളവന് പിന്നെ മാത്സ് പ്രശ്നം ഉണ്ടാവില്ല. ന്യൂട്ടൺ ബാച്ച് സെറ്റ് പവർ മോനെ. വീണ്ടും കാണാം. ഇറ്റ്സ് മീ MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. ബൈ.